ഞാൻ കുറച്ച് വേർഡുകൾ പറയാം, ജെൻസി കുട്ടികളെ വേർഡുകളാണ്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ അർത്ഥങ്ങളെ ഒന്ന് പറഞ്ഞാൽ ഈ പറയും റിസ്. എന്താ സംഭവം? എന്താ എനിക്ക് കറക്റ്റ് അതിന്റെ മീനിങ് അറിയില്ല. റിസ് പറഞ്ഞാൽ കരിസ്മന്റെ ഒരു സംഭവമാണ്. ഇപ്പൊ നമ്മളിപ്പോ ഈ കുട്ടി, അതാണ് കോമഡി, ഈ കുട്ടികളോട് നമ്മൾ പറയാം റിസ് എന്ന് പറഞ്ഞാൽ ശരിക്കും കരിസ്മയാണ്, അതാണ് സംഭവം. കരിസ്മ നമ്മൾക്കൊരു ഓറാന്നൊക്കെ പറയും, നമ്മളൊരു എന്ത് ഓറ എന്ത് ഓറ ഒന്നല്ല, ഒരു വിജരംഭിച്ച വാക്കാണ്, വിജരംഭിച്ച വാക്കാണ്, അത്രേ ഉള്ളൂ. പിന്നെ സ്കിബിഡി അറിയല്ലോ? സ്കിബിഡി പറഞ്ഞാല് സ്കിബിഡി ടോയ്ലറ്റ്, സ്കിബിഡി സംഭവം. പിന്നെ അതുപോലെ സിഗ്മ വരുന്നത് പറഞ്ഞാല് മറ്റേ ആൻഡ്രൂ ടേറ്റിന്റെ ആ ഒരു സമയത്താണ് സിഗ്മ വരുന്നത്. ആ ഒരു ടൈമിൽ പറഞ്ഞാൽ ഇതേപോലെ പല മെട്രിക്സ്, സിഗ്മ, ഭയങ്കര സിഗ്മ മെയിൽ. അതായത് ഈ ഇപ്പൊ നേരത്തെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാൽ ഇൻട്രോവേർഡ്സ്, അതായത് അവർക്ക് പുറത്തെ ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മാസ്ക് ധരിക്കണ പോലെ പെണ്ണ് കിട്ടാത്ത ആൾക്കാർ എന്ത് ചെയ്ത് സിഗ്മ എന്നൊരു ലേബലിൽ അറിയപ്പെടൽ തുടങ്ങി. അതായത് അവർക്ക് ഞാൻ സിഗ്മ വേണ്ട, എനിക്ക് ശ്രമിച്ചാൽ കിട്ടും, പക്ഷെ ഞാൻ ശ്രമിക്കാത്തോണ്ടാ ഞാൻ സിഗ്മ. മറ്റേ പയ്യന്റെ ഡയലോഗ്, ശ്രമിക്കാത്തോണ്ടാണ്, ശ്രമിച്ചാൽ കിട്ടും, ഞാൻ ശരിക്കും സിഗ്മ വേണ്ടാണ് എന്ന് പറഞ്ഞ പോലെ കുറെ ആൾക്കാർ അങ്ങനെ എന്തായി, ഞാൻ സിഗ്മയുടെ അകത്താണ് ഇരിക്കലോടെ, സംഭവം കിട്ടാത്തോണ്ടാണ് അങ്ങനെ. പിന്നെ വേറെ ഒരു വാക്കാണ് സ്ലേ ബീച്ച് എന്നൊക്കെ കണ്ട് കേട്ടില്ലേ? ഇതും മറ്റേ സംഭവം തന്നെ, വിജരംഭിച്ച വാക്കാ, വെയിറ്റ് ഉണ്ട്. എടാ അവർക്ക് അതിന്റെ അർത്ഥം അറിഞ്ഞിട്ടാണോ അറിയാണ്ടാണെന്ന് അറിയില്ല, അവര് പേരിന്റെ ആ രീതിയിലാണ് അവര് പറഞ്ഞു നടക്കുന്നത്. അതേപോലെ നോ ക്യാപ്പ്. ഞാൻ ഇപ്പൊ കൊറേ ഇപ്പൊ ഡിസ്കോഡില് ടിൻഡർ നമുക്ക് ആക്സസ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഇവിടെ ഇന്ത്യയിൽ ടിൻഡർ കണക്കെടുത്തപ്പോ 90% ഫേക്ക് അക്കൗണ്ട് ടിൻഡറിൽ, ആൺകുട്ടികളെ ഫേക്ക് അക്കൗണ്ട് ടിൻഡറിൽ. അപ്പൊ അങ്ങനെ ടിൻഡറിൽ കോൽക്കളിക്ക് ടിൻഡർ നടക്കുള്ളൂ. അപ്പോൾ ഞാൻ ഡിസ്കോഡിലാണ് കുറച്ച് ജെൻസി കുട്ടികളെല്ലാം അതിൻ്റെ അടിയിലുള്ള കുട്ടികളൊക്കെ അവിടെ ഉണ്ടാവുക. അപ്പൊ ഞാൻ അവിടെ ജനറൽ ചാറ്റിലൊക്കെ അതായത് ഞാൻ പെഡഫൈലാന്നല്ല പറഞ്ഞത്, ഞാൻ ഇങ്ങനെ പെഡഫൈലാക്കല്ലേ നിങ്ങള്. ഞാൻ പറഞ്ഞാല് അവിടെ നമ്മൾ ജനറൽ ചാറ്റ് എടുത്ത് നോക്കുമ്പോഴേ അവിടെ നമുക്ക് മനസ്സിലാത്ത ഭാഷ നോ ക്യാപ്പ്. അപ്പൊ ഞാൻ നോ ക്യാപ്പ് എന്നൊക്കെ മനസ്സിലായില്ല. ഞാൻ ജസ്റ്റ് ഗൂഗിൾ എന്ത് നോ ക്യാപ്പ്, അപ്പോൾ ഗൂഗിളിൽ മനസ്സിലായില്ല അത്രയും കാലമായിട്ട് നോ ക്യാപ്പ് എന്നാണ്. പിന്നെ ഞാൻ മറ്റേ അർബൻ ഡിക്ഷണറി അങ്ങനെ സംഭവം ഉണ്ടോ, അതിലൊക്കെ നോക്കിയപ്പോൾ ചെറുതായിട്ട് ഇവിടെയൊക്കെ ഒരാൾ ജസ്റ്റ് അപ്പോഴാണ് ഇറങ്ങണുള്ളത്, ആരോ റെഫറൻസ് ചെയ്തിട്ടുണ്ട്. നോ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ നോ ലൈസ്, അല്ലെങ്കിൽ നോ ക്യാപ്പ്, അതായത് സത്യമാണ്, ഞാൻ പറഞ്ഞതിൽ നോണൊന്നുമില്ല, അങ്ങനെ ആ രീതിയിലാണ് അത് നോ ക്യാപ്പ്, ഇത് നോ ക്യാപ്പ്, ആ രീതിയിലാണ് അവർ പറയണത്. അതൊക്കെ നമ്മൾ എന്ത് നോ ക്യാപ്പ്, വിജരംഭിച്ച വാക്കാണ്. പിന്നെ അതുപോലെ ഗ്യാസ് ലൈറ്റിങ്, ഡോണ്ട് ഗ്യാസ് ലൈറ്റ് മീ. ഗ്യാസ് ലൈറ്റോ, അതായത് എന്നെ ഉണ്ടാക്കില്ല അങ്ങനെയൊക്കെ പറയണേ, എന്ത് മനസ്സിലായില്ല, എന്ത് ഗ്യാസ് ലൈറ്റിങ്. അങ്ങനെ സെർച്ച് ചെയ്തു. ഗ്യാസ് ലൈറ്റിങ് പറഞ്ഞാൽ ഒരാളെ, അതായത് ഇപ്പൊ ഈ ഞാനും പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുക, അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഞാൻ എല്ലാ പ്രശ്നവും അൻ്റെയാണ്, ഈ കാരണം എല്ലാം ഉണ്ടായിരുന്നു എന്നിട്ട് എൻ്റെ രീതിയിൽ ഫ്രെയിം ചെയ്യും. അവസാനം ഈ തന്നെ എന്ത് ചെയ്യും, അന്നെ ആ ഗ്യാസ് ലൈറ്റ് ചെയ്തിട്ട് അൻ്റെയാണ് പ്രശ്നം രീതിയിൽ ഫ്രെയിം ചെയ്ത് വെക്കും. അപ്പൊ അവസാനം ഈ തന്നെ ആകെ ഇമോഷണലി ഇട്ടാവും, ശരിയാണല്ലോ ഞാൻ ഇപ്പം എന്തിനാ ഇങ്ങനെ ഈ പ്രശ്നം എന്നോട് ഉണ്ടാക്കാൻ വന്നാൽ ഞാൻ തിരിച്ച് അങ്ങനെ തന്നെ കൊടുക്കും. അതാണ് ഗ്യാസ് ലൈറ്റിങ്. പിന്നെ അതേപോലെ വേറെ ഒരാൾ മെസ്സേജ് ഉള്ളത് ഗോസ്റ്റിംഗ് എനിക്കറിയാവുന്ന ഏതോ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഇങ്ങനെ ഒരു ഇന്ററാക്ഷനും ഇല്ലാതെ കുറച്ച് നാള് അല്ലേ, അതായത് ഗോസ്റ്റിംഗ് പറഞ്ഞാൽ നമ്മൾ ചാറ്റ് ചെയ്തോണ്ടിരിക്കും, ഒറ്റയടിക്ക് ഒന്നുമില്ല, ചാറ്റിംഗ് ഒന്നുമില്ല, കുറെ കാലത്തിന് പെട്ടെന്ന് ബ്ലാക്ക് നെറ്റ് പോയ പോലെ പെട്ടെന്ന് ഒന്നും മെസ്സേജും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. നമ്മൾ ഇയാൾ മരിച്ചു പോയി വിചാരിക്കും ഗോസ്റ്റ് ചെയ്യണം പറഞ്ഞപ്പോഴെങ്കിൽ മറ്റു വേറെ കാര്യം, അതായത് നമ്മളിപ്പോൾ ഒരു വാട്സപ്പിൽ ഇങ്ങനെ അത്യാവശ്യം നല്ലൊരു മെസ്സേജ് ഒരാൾക്ക് അയച്ചുകൊണ്ടിരിക്കുക, അയച്ച് റിപ്ലൈ ഇട്ട് ആരവസ്ഥ ആലോചിച്ച് നോക്ക്, അത് സംഭവം. പിന്നെ അതേപോലെ ബ്രെഡ് കമ്പി, അത് പറഞ്ഞാല് ഇതേപോലെ ബ്രെഡ് ക്രംസ് ബ്രെഡിന്റെ പൊടിപൊടികള്, അതിന് ബ്രെഡ് ക്രംബിംഗ് എന്നാ പറയണത്. അപ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്ന് പറഞ്ഞാൽ, അതായത് ഈ ഗോസ്റ്റിങ്ങിന് ഒരു വേറെ വെർഷനാണ്. ഗോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കുക. ഇത് പറഞ്ഞാൽ നമ്മൾ കുറച്ചൊരു കോൾഡ് ആവുക റിപ്ലൈസിലൊക്കെ. ഹലോ, എന്താണ് എന്തൊക്കെ ഉണ്ടായി സംഭവം, അങ്ങനെ വലിയ സംഭവമൊന്നുമില്ല, വലിയ സുഖമില്ല, അങ്ങനെ സംഭവമില്ലേ. അതായത് നമ്മൾ താല്പര്യമില്ലാന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒറ്റടിക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു വിചാരിക്കുന്നുള്ള സംഭവം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, കോൾഡായിട്ടുള്ള റിപ്ലൈസ് കൊടുക്കും. ഭയങ്കര ഒന്നുമില്ല, അപ്പം സുഖം, എന്തൊക്കെയാണ്, എന്താ വിശേഷങ്ങൾ, എന്നാ വലിയ വിശേഷമൊന്നുമില്ല, അങ്ങനെ ഒഴിവാക്കി വിടുന്ന സംഭവം, അതാണ് ബ്രെഡ് കം. അങ്ങനെ കുറേ വാക്കുകൾ. പിന്നെ മറ്റേ ആൻഡ്രോയിഡിന്റെ മുകളിൽ കൂടെ തന്നെ വന്നാണ് എല്ലും ഡബ്ല്യു.
ലൂസ് മിന്നും ഓക്കെ ഓക്കെ അതെനിക്കറിയാം. ബിഗ് ലോസ്. അതേപോലെ തന്നെ ഈ കുറെ വീഡിയോസ് ഇട്ടിട്ട് എൽ വീഡിയോ എൽ വീഡിയോ, ഡബ്ല്യു വീഡിയോ, ദിസ് ഈസ് എ ഹ്യൂജ് എൽ. പുതിയ അർത്ഥങ്ങൾ ഉണ്ടാക്കുവാണ് സംഭവം. എൽ ഫോർ ദിസ് വുമൺ. പിന്നെ അതേപോലെ ഷോർട്ട് ഫോമുകൾ, അത് വലിയൊരു സംഭവം പണ്ടും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നല്ല രീതിയിൽ ജൻസിക്കാരുടെ ഇടയിൽ ഇപ്പൊ എന്തൊക്കെയാ പറയാന്ന് മനസ്സിലാവണില്ല. അത് സാധനം വെച്ചാൽ എന്താ ഇക്യു അത് സാധനം മനസ്സിലായില്ല. അപ്പൊ ഇത് എന്ത് സംഭവം ഒരിക്കലും ഞാൻ വെറുതെ ടൈപ്പ് മറ്റേ കീബോർഡില്ലേ, കീബോർഡിൽ എടുത്ത് ടൈപ്പ് എൻ്റർ ആയി പോയതാ വിചാരിച്ച മെസ്സേജ്. ഞാൻ ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് ഗൂഗിൾ അടിച്ചപ്പോൾ ഇഫ് യു നോ യു നോ, അതായത് IYKUY ആ സംഭവമാണ്. അതേപോലെ പണ്ടറിയും GM GN അതൊക്കെ പിന്നെ ക്രൂ, ഒരാൾ ക്രൂ നയിച്ച് ക്രൂ HRU അപ്പൊ എനിക്ക് ഹൗ ആർ യു, അതിനാണ് HRU. അതും പിന്നെ കുഴപ്പമില്ല. ഈ എന്നാ വേറെ എന്തൊക്കെയോ, അതായത് വലിയ വലിയ വാക്കുകൾ ചെറുതാക്കി പറയാനുണ്ട്. എന്താ കം ഹിയർ, ഗുഡ് ഗെയിം, അങ്ങനെ കുറേ സംഭവം ഭയങ്കര കം ഹിയർ. പിന്നെ അതേപോലെ ഗെയിമിങ്ങിൽ പിന്നെ കുറേ സംഭവങ്ങൾ GG അങ്ങനെ കുറേ ഗെയിമുകളിലൊക്കെ ഉണ്ട്. GG ലാസ്റ്റ് വേർഡ് ടച്ച് ഗ്രാസ്, പുല്ലിനെ തൊടുന്നു. അതിന്റെ അർത്ഥം ഏകദേശം അങ്ങനെ തന്നെയാണ്. അതായത് കുറെ കാലം നമ്മൾ ഇന്റർനെറ്റ് യൂസ് ചെയ്തിട്ട് ഞാൻ കുറെ വീഡിയോസ് കണ്ടിട്ടുണ്ട് ഇതിന്റെ. അതായത് ഡിസ്കോഡിന്റെ സെർവർ ഒന്നും ഡൗൺ ആയില്ലായിരുന്നോ? പിടിച്ച് ഡിസ്കോഡ് നമ്മള് ടച്ച് ഗ്രാസ് ഞാൻ ഇട്ടത് തന്നെ. അതാണ് ഓരോ വാക്കുകൾ കിട്ടും കിട്ടി. ഇതിന്റെ മെയിൻ ഉദ്ദേശം അവനെ പിടിക്കാനായിരുന്നു. മറ്റേ ഇൻസ്റ്റാഗ്രാം ഒരു വലിയ ടോക്ക് ആയതാ ഡിസ്കോഡ് സെർവർ ഡൗൺ ആയത്. ഇൻസ്റ്റാഗ്രാമിന് ടോക്കായി ഡിസ്കോഡ് സെർവർ ഡൗൺ ആയിട്ട്. ഡിസ്കോഡ് എന്തോ മെസ്സേജ് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ഇന്ന് ഡിസ്കോഡ് സെർവർ ഡൗൺ ആണ്, ഗ്രാസ് ടച്ച് ചെയ്യാൻ പറഞ്ഞുണ്ട്. അതന്നെ സംഭവം അതന്നെ. അതായത് നമ്മള് ടെക്നോളജി ഇതാക്കുക, കുറെ കാലമായിട്ട് ഗെയിം കളിച്ചോണ്ടിരിക്കുക, ടച്ച് ഗ്രാസ് ആ സംഭവം ഗ്രാസ് ടച്ച് ചെയ്യാൻ.